ഹല ഹബീബി, അസ്സലാമു അലൈക്കും. രാവിലെ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഉറക്കമണിച്ച് കുളിച്ചു വണ്ടി എടുക്കാൻ പോവുകയാണ്. ബൈക്കിൽ കയറി സ്റ്റാർട്ടാക്കി അടുത്ത ലക്ഷ്യം നമ്മുടെ ഗോഡൗണിലാണ് പോകാനുള്ള വണ്ടി. ക്ഷേത്രത്തിലെ ഉത്സവ ഒരുക്കങ്ങളാണ് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. യാത്ര തിരിക്കാനുള്ള പുറപ്പാടാണ്. യാത്ര അടുത്ത ലക്ഷ്യം ഗോഡൗണാണ്. ഗോഡൗണിൻ്റെ അടുത്ത് എത്താറായി. ഗോഡൗണിലേക്ക് കയറുകയാണ്. ഗോഡൗണിൽ കയറി ബൈക്ക് വെച്ചിട്ട് നമ്മൾ പിക്കപ്പ് എടുത്ത് അതിൽ ഫ്രീസർ കയറ്റണം. ഫ്രീസർ കയറ്റി നേരെ കമ്പനിയിൽ പോയി ഐസ്ക്രീം എടുക്കണം. ഐസ്ക്രീം എടുത്ത് ക്ഷേത്രത്തിലെ സ്റ്റോളിലേക്ക് കൊണ്ടു കൊടുക്കണം. അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വണ്ടിയിൽ അടുത്തെത്തി. ഇത് നമ്മുടെ ഗോഡൗണാണ്. ഗോഡൗണിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗോഡൗണിലൊക്കെ ഇറങ്ങി വണ്ടി അടുത്ത് കമ്പനി ലക്ഷ്യമാക്കി പോവുകയാണ്. നല്ല ചൂടാണ് കൂട്ടുകാരെ, നല്ല ചൂടാണ്. 11 മണിക്ക് ശേഷമുള്ള കാഴ്ചകളാണ് കാണുന്നത്. അമ്പലത്തിന് അടുത്തെത്തിക്കഴിഞ്ഞു. ഇത് അമ്പലത്തിലെ ഒരുക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അമ്പലത്തിലെ ലൈറ്റിങ്ങും സൗണ്ട് സിസ്റ്റമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ആ കാണുന്ന ചുവപ്പ് വണ്ടി നമ്മുടേതാണ്. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ വാമനപുരത്ത് നിന്ന് ആറ്റിങ്ങൽ പോകുന്ന വഴിക്ക് പൊയ്കമുക്ക് വരും. പൊയ്കമുക്കിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ആട്ടോ സ്റ്റാൻഡ് കഴിയുമ്പോൾ പിന്നും വലത്തോട്ട് തിരിയണം. വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇപ്രാവശ്യം പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഉത്സവം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ല, സ്റ്റാർട്ടിങ് ആദ്യ ദിവസവും അവസാന ദിവസവും DJ എല്ലാം ഉണ്ട്. വലിയ രീതിയിലുള്ള ഉത്സവമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സൗണ്ട് സിസ്റ്റമൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. ഒരുപാട് ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടുന്നുണ്ട് അവിടെ. അതൊക്കെ കണ്ടുകൊണ്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ആ സൈഡിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. സൈഡിലേക്ക് പോവുകയാണ്. നല്ല രീതിയിലൊക്കെ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അത് പകലായത് കൊണ്ടാണ് നിങ്ങൾക്ക് ലൈറ്റിംഗ് കാണാൻ കഴിയാത്തത്. രാത്രി ഇതെല്ലാം ഓണാക്കും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണുന്നത്. ഇത് ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈമാണ്. അപ്പോൾ ലൈറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പയ്യന്മാർ വന്നു ഫ്രീസർ ഇറക്കുകയാണ്. ഫ്രീസർ ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് വരാം. അപ്പോൾ ലാസ്റ്റ് രംഗമാണ് നിങ്ങൾ കാണുന്നത്. അത് നിറയെ മാംഗോ ബാറുണ്ട്, ചോക്കോ ബാറുണ്ട്, ഐസ്ക്രീം എല്ലാം ഉണ്ട്. അത് നിറച്ച ഫ്രീസറാണ്. വളരെ കഷ്ടപ്പെട്ടാണ് പയ്യന്മാർ പൊക്കിക്കൊണ്ട് പോകുന്നത്. നല്ല ഭാരമുണ്ടാകും. അങ്ങനെ കൊണ്ടുപോവുകയാണ്. അതവരുടെ ഒരു സ്റ്റാളാണ്. അവർക്ക് മൊത്തത്തിലിവിടെ ഐസ്ക്രീമിന് 3 സ്റ്റാളുണ്ട്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.